കടുക് വറുക്കാൻ മുളക് മുറിച്ചിട്ട് വെളിച്ചെണ്ണ, ജീരകം, കുറച്ച് ശകല ഉലുവായി. കടുക് പൊട്ടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി, ഉള്ളി, ചിക്കന്, കരിവേപ്പില, പിന്നെ കുറച്ച് മസാല ഞാൻ ഇതിന് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഈ അരിഞ്ഞു വെച്ച സവാള ഇട്ടു. ഇതിന് കുറച്ച് ഉപ്പും ചേർത്ത്. ഇനി ഇതൊന്ന് വഴന്നിട്ട് കാണിക്കും. നമ്മുടെ ഉള്ളി ഒരുമാതിരി വഴന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇച്ചിരി കറുവപ്പട്ടയും ഗ്രാമ്പും ചുക്കും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി ഇതിനകത്ത് കിടന്നൊന്ന് വഴലട്ടെ. പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. കരിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നിട്ട് കാണിക്കാം. നമ്മുടെ ചിക്കനുള്ള സാധനങ്ങളെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നാല് സ്പൂണ്, വലിയ സ്പൂണല്ല, ചെറിയ സ്പൂണിൽ 4 സ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി ഇതിന് 2. കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർക്കുന്നുണ്ട്. ഞാൻ കൂടെ പൊടിച്ചതാണ്, അത് ഇത്ര. ഈ ചിക്കനപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഈ സ്പൂണിന് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ശകലം കായപ്പൊടിയും കൂടെ ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഇനി നമ്മുടെ ഈ ചിക്കൻ കഴുകി വെച്ചേക്കുന്ന ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കണം. ഇത് ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. നമ്മുടെ ചിക്കനിലെല്ലാം അരപ്പ് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടി കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിന് ഒഴിച്ച് കൊടുക്കുന്നത്.
നല്ലതുപോലെ ഇളക്കി ഇനി ഇത് വെന്തിട്ട് കാണിക്കും. നമ്മുടെ ചിക്കന് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ പറ്റണം, അതിനുവേണ്ടി ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കും. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നൊന്ന് പറ്റാൻ വേണ്ടി തീ നിർത്തി വെക്കുക. ഇത് ഫ്രൈ റൈസിനുള്ള വെള്ളം അടപ്പേ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന കറുകപ്പട്ട ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പൂവ്, പിന്നെ ഒരു ഏലക്കായ, 2 കുരുമുളക്, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഇത് ചിക്കൻ്റെ കാലും കുറച്ച് ചിക്കൻ്റെ കഷ്ണം കൂടെ ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തിട്ട് 1 വിസിൽ വരുന്നവരെ ഇട്ടു. ഇനി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ വെള്ളം വറ്റുമ്പോൾ ഇതിൻ്റെ മസാലയെല്ലാം ഞാൻ ചേർത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തില്ലായിരുന്നു, അതിപ്പോഴാണ് ചേർക്കുന്നത്. കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിന് ചേർത്തതാണ്. ഇനി ഇതൊന്ന് പറ്റിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് കാണിക്കും. ഫ്രൈ റൈസിനുള്ള അരി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഇത് 1.25 കിലോ അരിയാണ്. ഞാൻ നേരത്തെ 1 മണിക്കൂർ മുമ്പേ കൂട്ട് വെച്ചതാണ്. ഫ്രൈ റൈസിൻ്റെ അരി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കാൻ പോകും. ചിക്കൻ ഫ്രൈക്കുള്ളതെല്ലാം അരപ്പെല്ലാം ഇതേ പറ്റി ഇരിപ്പുണ്ട്. ഇനി ഞാൻ വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോകും. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാല് 2 എണ്ണം ഇവിടെ വേറെ വെച്ചിട്ടുണ്ട്. ബാക്കി കഷ്ണമെല്ലാം ഉണ്ട്. എല്ലാം റെഡി ആയിരിക്കുക. ഇനി ഈ ചോറും കൂടെ ഒന്ന് വെന്താൽ മതി. ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നുകൂടെ വേവാനുണ്ട്, അതവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കോരുക.
ഇനി കുറച്ച് ചോറ് ഞാൻ ഇതിലോട്ട് മാറ്റി വെക്കുക. നമ്മുടെ ചോറെല്ലാം ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന ഇതെല്ലാം ചേർക്കാനാണ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില എല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് എല്ലായിടവും കൂടെ ആവാൻ വേണ്ടിയിട്ട് ഈ ചുറ്റി കറക്കുക. ഞാൻ തീ ഇട്ടിട്ടുണ്ട്. ഈ ചോറ് കുറേ ചോറ് ഈ ചോറ് ഞാൻ കുറേശ്ശെ ചരുവത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന് ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില, കറങ്ങാണ്ടി മുന്തിരി വറുത്തത് എല്ലാം കൂടെ ചേർത്ത് ബാക്കി ചോറും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് മതി. കുറച്ച് നെയ്യും കൂടെ. ഇനി ഇതെല്ലാം കുറേശ്ശെ ഇതിലിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് തീ ഇട്ടിട്ടുണ്ട്. തന്നെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മുളക് പൊടി നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മുന്തിരിയും പറഞ്ഞിട്ടുണ്ട്. ഞാനത് എൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ തീ നിർത്തി.